ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെബക്കോ ചിദംബരം. അപ്പോൾ നമ്മളെ വീടുകളിൽ നമ്മൾ ചെടികളൊക്കെ കുഴിച്ചിടുമ്പോൾ നമ്മൾ അതിനുണ്ടാകുന്ന പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ അതിൽ എല്ലാ വളങ്ങളും ഉമി എല്ലാം ഇട്ട് കഴിഞ്ഞ് മിക്സ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ചെടി കുഴിച്ചിടുക. സാധാരണ ഈ ചെടികളൊക്കെ കുഴിച്ചിടുമ്പോൾ അതിൽ നിന്ന് കുറേ നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് ഈ കളകളൊക്കെ ഉണ്ടായി വരും. അപ്പം നമ്മൾ കളകളൊക്കെ പറിച്ച് കളയുക സാധാരണ ചെയ്യുക. പക്ഷേ ആ കൂട്ടത്തിൽ കുറേ നമുക്ക് ഈ പച്ചമുളകിൻ്റെ തൈകളൊക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങളിവിടെ കുഴിച്ചിടുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന തൈകൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ അത് മാറ്റി കുഴിച്ചിടുക. പക്ഷേ നല്ല ഒരുപാട് കായകളുണ്ടാവും. അപ്പോൾ വൈഫ് ചെടികളൊക്കെ കുഴിച്ചിട്ട് കുറേ ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പച്ചമുളകിൻ്റെ തൈ എനിക്ക് കിട്ടി. ഞാൻ കാണിച്ചു തരാം ഇതിൽ നിന്നൊക്കെ കിട്ടിയതെന്ന്. ഈ ചെടി കുഴിച്ചിട്ടപ്പോഴാണ് കളകളും പച്ചമുളകിൻ്റെ തൈകളൊക്കെ ഒരുപാട് ഇതിൽ നല്ല സൂപ്പറായിട്ടുണ്ട്. കളകളൊക്കെ നമ്മൾ ഒഴിവാക്കി പച്ചമുളകിൻ്റെ തൈ എന്ത് ചെയ്തു, എടുത്ത് മാറ്റി അത് വേറെ ഒരു ചട്ടിയിലാക്കി നേരെ കുഴിച്ചിട്ടു. ഏതൊരു ചട്ടിയിലും ഈ തൈകളിങ്ങനെ ഒരുപാടുണ്ടാവും. കൂടുതലും ഈ ചീര പറങ്കി മുളകാണ് അധികം ഉണ്ടാവാറ്. നീളൻ മുളകും ഉണ്ടാവാറുണ്ട്, ഉണ്ടമുളകും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലോണം പച്ചമുളക് നമുക്ക് വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉണ്ടാകുന്ന ആ തൈകളൊക്കെ എടുത്ത് മാറ്റി വെറുതെ ഒന്ന് കുഴിച്ചിട്ടാൽ മതി. ആ ചെടിയിൽ നിന്ന് കിട്ടിയ പച്ചമുളകിൻ്റെ തൈ ഞാൻ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രം എടുത്തിട്ട് അതിലിട്ട് കുഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതേപോലെ നട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് നല്ല പച്ചമുളക് ഉണ്ടാവും. നമ്മൾ വിത്തൊന്നും പാകാതെ തന്നെ ഡയറക്റ്റ് ഇങ്ങനെ മുളച്ച് വരുന്നതാണ്. ഈസ്റ്റൊക്കെ ഉണ്ട് കളയുമ്പം അതിൽ നിന്ന് മുളച്ച് വരുന്ന തൈകളാണ് നമ്മൾ ചെടികൾക്ക് കൂട്ടുന്ന മണ്ണിൽ നിന്ന് കിട്ടുന്ന അങ്ങനത്തെ തൈകൾ കുഴിച്ചിട്ട് കഴിയുമ്പോൾ ഒരുപാട് പച്ചമുളക് ഉണ്ടാവും. ആരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പം ഞാനൊക്കെ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് പരീക്ഷിക്കുക. എന്നിട്ട് നമ്മളെ പച്ചമുളക് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ ദെൻ ബൈ.